ഹായ്! എത്ര പെട്ടെന്നായി രാവിലായി വൈകുന്നേരാവുന്നത്. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചിട്ട് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മയുണ്ട് അവിടെ വെള്ളം അങ്ങനെ ഞാനും മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് എൻ്റെ കടലാസ് മുള്ള് വളർന്ന് പന്തലിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നത്. അത് മുള്ളിൻ്റെ ചെടിയായതുകൊണ്ട് തന്നെ നന്നായിട്ട് വളർന്നാലിടി നമ്മുടെ ദേഹത്തൊക്കെ കൊള്ളുമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു അതിനെയൊക്കെ വെട്ടിത്തളിച്ച് ക്ലീൻ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ കത്രിയുമായിട്ട് പുറത്തിറങ്ങി. ഈ ക്ലീനിങ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമെന്ന്. അങ്ങനെയല്ല ഗൈസ്, മാസത്തിൽ ഒരു ദിവസം മാത്രമാണ് എനിക്ക് ഈ ഒരു മൂഡ് വരുന്നത്. ക്ലീനിങ് എന്നൊരു മൂഡ് ഈ മാസത്തിൽ ഒരു ദിവസം മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു ദിവസം വന്നാൽ വന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ഇന്നെൻ്റെ മൂടുള്ളൊരു ദിവസമാണ്. അങ്ങനെ നമ്മൾ ചെടിയൊക്കെ വെട്ടിത്തളിച്ച് സുന്ദര കുട്ടപ്പനാക്കി. ഈ ഒരു സമയത്ത് ഉമ്മ എന്തോ അകത്തുനിന്നൊരു പോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ തൈ എന്തോ ആയിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് പുതിയൊരു പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് പറയുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു കാര്യമൊക്കെ ചെയ്തു. അതിലേക്ക് മണ്ണൊക്കെ ഇടാണ്. പുതിയൊരു പ്ലാന്റ് നടണമല്ലോ. അങ്ങനെ അതിലേക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് പുതിയൊരു പ്ലാന്റ് ഒക്കെ നട്ടു. അങ്ങനെ ചെടിയൊക്കെ നട്ടതിന് ശേഷം നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വെക്കാൻ പോവാണ് അത്. അങ്ങനെ ഓൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ അകത്തേക്കുള്ള പ്ലാന്റ് നമ്മൾ ഓൾ സെറ്റാക്കി വെച്ച് റെഡിയാക്കി വെച്ചു. അങ്ങനെ ഈ ഒരു ചെടി നടൽ പണി കഴിഞ്ഞതിന് ശേഷം മഴക്കാലം വരുന്നതല്ലേ. അപ്പോൾ മഴക്കാലം വരുമ്പോൾ നമ്മുടെ കുറേ ചെടിയൊക്കെ മഴ കൊള്ളുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ അതിനെയൊക്കെ വീടിൻ്റെ സൈഡാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഓടൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിന് മുകളായിട്ട് നമ്മുടെ ചെടിയൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓരോരോ ചെടി എടുത്ത് സൈഡിലേക്കാക്കി വെച്ചു. അങ്ങനെ എല്ലാ ചെടിയും ഇങ്ങനെ സൈഡാക്കി വെച്ചു. കാരണം സൈഡാകുമ്പോൾ അത്ര മഴയൊന്നും കൊള്ളൂലാലോ. അങ്ങനെ പുറത്തുള്ള എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറി. പതിവില്ലാതെ പണിയെടുത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഒരു വിശപ്പ്. അപ്പോൾ നമ്മൾ റീല് നോക്കുമ്പോഴാണ് നമുക്കൊരു പാസ്ത റെസിപ്പി കണ്ടത്. അങ്ങനെ അത് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചത്. റീൽ വേഴ്സസ് റിയാലിറ്റി ആവുമോ എന്നറിയില്ല. അങ്ങനെ പാസ്ത തിളച്ച് സെറ്റായി. അപ്പോഴത്തേക്കും മസാല ഉണ്ടാക്കാൻ ആരംഭിച്ചു. പിന്നെ മസാല മുളകിട്ടു, ഇഞ്ചി നന്നായിട്ട് എല്ലാം കിട്ടുന്ന എല്ലാ സാധനവും കോരി ഇട്ടു. പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് ചീസ് ഇട്ടു, ചില്ലി സീഡ്സ് ഇട്ടു. അതേപോലെ തന്നെ അതിലേക്ക് മുട്ട അയച്ചു. അങ്ങനെ ഓൾ സെറ്റായി. അവസാനം നമ്മുടെ പാസ്ത ഇട്ടു. പിന്നെ എല്ലാം ഇട്ടു. എല്ലാം പെട്ടെന്നായിരുന്നു. പാസ്ത ഒക്കെ റെഡിയായി. നമ്മൾ പാസ്ത ഒക്കെ കഴിച്ചു. എന്നാൽ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.